ഇവിടെ ഇനി അടുത്ത പരിപാടി വണ്ടി കഴുകുക. ഇന്നത്തെ ടാർജറ്റാണ്. തീയൽ വെക്കുക, വണ്ടി കഴുകുക, പിന്നെ തുണികളെല്ലാം പിറക്കി ഇടുക. ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാൻ. ഇനി വണ്ടി ഒന്ന് കഴുകട്ടെ. എല്ലാം പൊടി പിടിച്ച് അഴുക്കായിട്ട് കിടക്കുക. കണ്ടോ മൊത്തം അഴുക്കുക. പിന്നെ കഴുകി റെഡിയാക്കിയിട്ട് നമുക്ക് വരാം. ഇവിടെ ഇനി വണ്ടി കഴുകാനുള്ള വെള്ളം നമുക്കെടുക്കാം. വെള്ളം എടുക്കണമെങ്കിൽ ഇത് ഓസ്. ഈ ഓസിൽ ഒരറ്റം നമ്മുടെ പഴയ നാടൻ പരിപാടിയില്ലേ, ഇങ്ങനെ ടാങ്കിനകത്തോട്ടിട്ട് ഒരറ്റം എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഈ അറ്റം ഇങ്ങനെ വായിക്കൂടി ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വെള്ളം വരും. എന്നിട്ട് ഈ വെള്ളമാണ് നമ്മൾ അവിടെ 3 പാത്രം വെച്ചിട്ട്, അതായത് ജാറ് പോലത്തെ നമ്മുടെ പെയിൻറ്റ് പാട്ട, ഇതിനകത്തോട്ട് ഇങ്ങനെ ആ ബക്കറ്റിനകത്ത് ഇങ്ങനെ വെള്ളം നിറയ്ക്കും. എന്നിട്ട് വണ്ടി കഴുകും. മറ്റേ പൈപ്പില്ലല്ലോ, അപ്പോൾ ഇതാണ് നല്ലത്. ആവശ്യമുള്ള വെള്ളം ഈ ഓസ് ഇങ്ങനെ വലിക്കുക, വണ്ടി കഴുകുക. നമ്മുടെ കൃഷി സ്ഥലമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്, ചീരയൊക്കെ നിൽക്കുന്നുണ്ടോ. പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കാം, നമുക്ക് പറയാം, ഞാൻ പിന്നെ കാണിക്കാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വണ്ടി അങ്ങ് കഴുകി. കുറച്ച് ദിവസമായി മണ്ണ് പിടിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. കഴുകി ഷെഡിലിട്ട്, ഷെഡെല്ലാം അഴുക്ക്. അതുണ്ട്, അതെല്ലാം ക്ലീൻ ചെയ്യണം. എല്ലാം പോച്ചയൊക്കെ കയറി കിളിച്ച്, അതെല്ലാം ഒരു ദിവസം ക്ലീൻ ചെയ്യണം. വണ്ടി കഴുകി. പിന്നെ ഇവിടെ നിന്നാൽ നമ്മുടെ കൃഷിസ്ഥലം കാണാം. കൃഷിസ്ഥലം നിങ്ങൾക്ക് കേട്ട് ബോറടിച്ച് കാണും കേട്ടോ, ഇല്ലേ? പക്ഷേ നമുക്കിത് വലിയ ഹരമാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ചൂടത്ത് ഞാൻ കാച്ചിൽ തട്ടെന്ന് പറയില്ലേ, ആ കാച്ചിൽ വളർന്ന് ഇങ്ങനെ നോക്കി. ഈ ചൂടത്തും നല്ല തണുപ്പോടെ കയറി വരുന്നുണ്ട്. ഇങ്ങനെ ഏത് ചൂടത്തും അതിനെ അതിജീവിക്കുക. അതിന് നമുക്ക് വേണ്ടിയ വെള്ളമൊക്കെ കൊടുത്താൽ മതി, അല്ലേ? ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മടി പിടിച്ചിരിക്കരുതല്ലോ. ഇരുന്നാൽ അങ്ങ് ഇരുന്ന് പോവും. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ നേരിടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. അപ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. ഞാനങ്ങനെയൊക്കെ അതിനെ തരണം ചെയ്യുന്നത്. ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ഒന്നിനൊരു കുറവില്ലല്ലോ. പണ്ട് പറഞ്ഞിട്ടില്ലയോ, ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല, ഒരു വാതിൽ അടച്ചാൽ അത് ആർക്കും തുറക്കാനും കഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് നന്മയുണ്ടെങ്കിൽ ദൈവം നമുക്ക് ദോഷം വരുത്തില്ല. മറ്റൊരാളെ ദ്രോഹിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുണ്ട്, ഒരു മണ്ടത്തരം പറ്റിയുണ്ടോ. ഈ ഇതിൻ്റെ കൂടെ ഈ വെണ്ടത്തൈ നട്ടായിരുന്നല്ലോ. ഈ വെണ്ടത്തൈയുടെ കൂടെ ഒരുപാട് വെണ്ടത്തൈ കിളിച്ച് വന്നേ. ഞാൻ അതിനെയല്ല ഇങ്ങനെ മാറ്റി നട്ട്. പക്ഷേ ആ നട്ടതിൻ്റെ ഏതെന്തോ ചൂടത്ത് അങ്ങോട്ട് പിടിച്ചില്ല, ആ ഇലയെല്ലാം വാടിപ്പോയി. പക്ഷേ പച്ചിപ്പ് പോയിട്ടില്ല, കിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ നിൽക്കുന്നു. പിന്നെ വളർത്തുമാറാക്കുന്നതും ദൈവമല്ലേ, അതൊക്കെ ശരിയായിക്കോളും. എത്ര ചൂടായാലും എത്ര വേനലായാലും അതിനൊക്കെ അതിജീവിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം കുളിച്ച് റെഡിയായി ഡ്യൂട്ടിക്ക് പോകുന്ന സമയമായി. ഓക്കെ, ശരി, ബായ്.